നീ എന്തോന്നാണ്? ഞാൻ അവിടെ സൊസൈറ്റിയിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആന്റി, നമ്മൾ ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ട് യാതൊരു പ്രയോജനവും വരാൻ പോണില്ല. എന്തമ്മാ ഇയാൾക്ക് ഇവിടെ എന്താണ് കാര്യം? ഞാൻ നമ്മളെ കാര്യം കേട്ട് വിഷമിച്ച് കരഞ്ഞിരുന്നപ്പോ ചേച്ചിയാണ് വിളിച്ച് സമാധാനപ്പെടുത്തിയതമ്മ. പാവോ ചേച്ചി. ആണ്ടെ, മല പോലെയാണ് പ്രശ്നങ്ങള്. അതിന്റെ ഇടയിലാണ് നീ ഇവളെ വിളിച്ച് കയറ്റിയേക്കണത്. ചേച്ചി ഇങ്ങ് വന്നതാ. നിനക്കത് കിട്ടിയൊന്നും പോരെ? അവൾ വന്നത് നല്ലതിനാണോ? അല്ല, ഈ കാര്യത്തിൽ ചേച്ചി വിശ്വസിക്കാമ്മ. എന്താണ്? അല്ല, ആന്റിയുടെ അവസ്ഥയുണ്ടല്ലോ, അതൊന്ന് അമ്മയെ പറഞ്ഞ് ബോധിപ്പിക്കണം. എന്നാലേ അമ്മ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് ഇടപെടുത്തുള്ളൂ. സത്യം പറയാല്ല, നീ എത്ര സ്നേഹം കാണിച്ചാലും എനിക്ക് നിന്നെ വിശ്വാസമില്ല. അമ്മ, ചേച്ചി ഈ കാര്യത്തിൽ വിശ്വസിക്കാമ്മ. ഞാൻ എന്തിനു വേണോന്നാണ് പറയണത്? നീ ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരും ചേച്ചി. ചേച്ചി പറയും. ചേച്ചി. ആന്റി, ഈ നമ്മളിങ്ങനെ ആത്മഹത്യയൊക്കെ മുഴക്കി അവിടെ ചെന്ന് ബഹളമൊന്നും ഉണ്ടാക്കിയ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാരും നമുക്ക് കാശ് തരാൻ പോകുന്നില്ല. നമ്മൾ അക്കൗണ്ടിലോട്ട് കാശ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്താലും ജീവിച്ചാലും അവർക്ക് ഒരു ചുക്കും ഇല്ല. അപ്പൊ അതുകൊണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്റിയുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. കുറച്ച് നല്ല സങ്കടത്തോടെ അമ്മയോട് കാര്യങ്ങൾ നല്ലതായിട്ട് പറയണം. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞ പോലെ അമ്മ ഇടപെടത്തുള്ളേ. അമ്മ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സോൾവ് ആക്കും. നീ പറയണ കേട്ടൊന്നുമില്ല. ഞാൻ അഭിനയിക്കാൻ പോണേണെന്ന് അവരുടെ. അയ്യോ അല്ല ആന്റി, എനിക്ക് ശരിക്കും ഉള്ളിൽ തന്നെയാണ്. നീ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാൻ കൂടെ നിൽക്കാന്ന് വിചാരിച്ചത്. അമ്മയുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അമ്മയെടുത്ത്. കൊച്ചമണി കാര്യം പറ. അക്കനറിയാലോ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി. നുള്ളിപ്പറക്കി കുറച്ച് പൈസ മിച്ചം പിടിച്ച് അതുകൊണ്ടോന്ന് ഞാൻ നീരാളി സർവീസ് സഹകരണ സൊസൈറ്റിയിൽ ഇട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്ത് പലിശയൊക്കെ കൃത്യമായിട്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അതിന്റെ 6-7 മാസമായി. എന്താണ്ടൊക്കെ അതിന്റെ സമയമൊക്കെ ആയി. അപ്പൊ അതിപ്പോ ചെന്ന് ചോദിച്ചപ്പോ അവർക്കിപ്പോ അത് തരാൻ പറ്റൂല. തരാൻ പറ്റൂലെന്നോ? ഓ, അവർക്ക് എന്തൊക്കെയോ അവര് ബാങ്കിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്. വെള്ളം കുടിക്കാതെ ഉണ്ടാക്കിയ പൈസയാണ്. ഇതാ മോളെ നീരാളിയോ? എന്തോ പറഞ്ഞേ? അമ്മയ്ക്ക് പരിചയമുള്ളവർ തന്നെയാണ്. പക്ഷെ ഇപ്പൊ അവളുടെ ശത്രുവായ അമ്മ. അതിപ്പോ പൈസ ചോദിച്ചോണ്ടായിരിക്കും. ഇവര് വന്ന് കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ ആ പൈസ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തത്. ആദ്യമൊക്കെ പലിശ തരുമായിരുന്നു. ആദ്യത്തെ 2-3 മാസമൊക്കെ പലിശ കിട്ടി. ഇപ്പൊ പലിശയില്ല, മുതലും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 മണിക്ക് മുമ്പ് എന്നെ 2 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ ആ ബാങ്കിന്റെ മുമ്പിൽ തൂങ്ങിച്ചാവും. അമ്മ, എനിക്ക് വേറെ വഴിയില്ല. ഇപ്പൊ ഈ നാട്ടിൽ സ്ഥിരമായ എന്റെ കൊച്ചമ്മണി നിങ്ങളെ പോലെ പൈസ ഇല്ലാത്തവരൊക്കെ. എന്റെ പൈസ കിട്ടില്ലേ ഞാൻ ഇവിടെ തൂങ്ങിച്ചാവുള്ളൂ. ഇവിടെ അല്ല, ബാങ്കില്. അമ്മ അന്നേരം പറയാ മാനേജർ, എന്നാ പിന്നെ ആദ്യം പോയി തൂങ്ങിച്ചാവ്, അതിനുശേഷമുള്ള ബാക്കി നമുക്ക് നോക്കാം. ഓഹോ, അത് അയാളാണോ തീരുമാനിക്കുന്നത്? അമ്മ, അതുകൂടാതെ അമ്മയ്ക്ക് വേറൊരു ലോണും കൂടെ ഉണ്ട്. ഈ പൈസ കിട്ടിട്ട് വേണം അതിൽ അടയ്ക്കാൻ. കൊച്ചമ്മണി ഒരു കാര്യം ചെയ്യ്, തൽക്കാലം വിഷമിക്കാതെ മോളെ നീ കൊച്ചമ്മണിയെ കൊണ്ടുവന്ന് മുറിയിലിരുത്ത്. ഇതിന്റെ പേപ്പറോ എന്തെങ്കിലും രേഖ വല്ലതും കയ്യിലുണ്ടോ? ഞാനതൊന്ന് നോക്കട്ടെ. അക്കന്റെ എന്താന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കുക. അല്ല, ഞാൻ നോക്കട്ടെ, ഞാനത് വായിച്ചു നോക്കിയിട്ടെ നമുക്ക് എന്തേലും ചെയ്യാം. അത് ഓർത്ത് ഇങ്ങനെ വെറുതെ വിഷമിച്ച് കരയാതെ. നമ്മുടെ വിധിയാണ്. അതൊന്നും അല്ല കൊച്ചമ്മണി, ഇന്നത്തെ കാലത്ത് ഈ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ സ്ഥിരമുള്ളതാ. നമ്മൾ കാണുന്നില്ലേ പത്രത്തിലും ഒക്കെ. ആ, കൃത്യമായിട്ട് പേരുണ്ട്, ഇത്ര പൈസ ഇട്ടിട്ടുണ്ടെന്നുണ്ട്. കുറച്ചു നേരമായിട്ട് പുറകെ കൂടിയിട്ടുണ്ടല്ലോ. എന്തിനാണ് കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടതിന്. ഞാൻ നോക്കട്ടെ. ഏതായാലും കൊച്ചമ്മണി ഒരു കാര്യം ചെയ്യും, ഇത് തൽക്കാലം ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടുപിടിക്കാം. കിടന്ന് ഇങ്ങനെ വിഷമിക്കാതെ. ഇത് കൊച്ചമ്മണി ഇങ്ങനെ വിഷമിക്കുമ്പോ അവക്ക് അതിനെക്കാട്ടി വിഷമല്ലേ. നീ കൊച്ചേ, നീ കൊണ്ടോ അമ്മയെ കൊണ്ടേ മുറിയിലിരുത്ത്. നീരാളി അല്ല, അമ്മയ്ക്കൊരു ഹെൽപ്പിന്. അല്ല, ഈ നീരാളി സഹകരണ സംഘമായിട്ട് നിനക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ അല്ലല്ലോ, വല്ലവന്റെ അല്ലേ. കേറിപ്പോ. ആന്റി വിഷമിക്കണ്ട കേട്ടോ. അമ്മ, അക്കനപ്പ ചെയ്തു തരുമായിരിക്കുമല്ലേ? പിന്നെ അമ്മ അമ്മ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത് മാറിപ്പോയിട്ടുണ്ടോ? അമ്മ അത് 100% ആക്കി തരും. ആന്റി പേടിക്കണ്ട. ലോൺ എമൗണ്ട് ഒക്കെ പെട്ടെന്ന് കിട്ടും.
ആ പൈസ കിട്ടിയിട്ട് വേണം മറ്റേ ലോൺ അടയ്ക്കാൻ. കരയല്ലേ ആ ലോണൊക്കെ അടയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ധൈര്യമായിട്ടിരിക്കമ്മ. ആന്റി വല്ലതും കഴിച്ചായിരുന്നോ? നിനക്ക് എന്തിനാണ് വേണ്ടത്? നീ കൊറേ നേരമായല്ല പോയാണ്. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം കേട്ടാ. അമ്മ എന്തോന്ന് ചേച്ചി എന്ത് ചാച്ചി? എവിടെ നിന്ന് വന്നു ചാച്ചി? ആ പോ. സ്നേഹിക്കാൻ വന്നേക്കുന്നു, കഴുത്തിറക്കാനാണെന്ന് ആരറിഞ്ഞ്?